ചേച്ചി ഞാൻ നല്ല സ്പീഡിലടിക്കും, നോക്കണം. കളി. കൊള്ളാം. അയ്യോ എന്തൊരു ചാട്ടോടിയത്. സോറി അപ്പോ പറഞ്ഞ കളിക്കാൻ പറഞ്ഞ ഇവിടെ കളിക്കാനാ ഞാനില്ല. ഒരു വാമ്പാവും ഈ കളി എന്തിനുള്ളതെന്ന് അറിയാമോ? ജോലിയും കൂലിയും ഇല്ലാതെ ചുമ്മാ തിന്നുകൊണ്ട് നടക്കുന്നവർക്കുള്ള കളിയാണ് ഈ ചട്ടിൽ. തന്നെ അപ്പൂന് എന്ത് ജോലിയും കൂലിയും ഉണ്ട്? ഞാൻ അന്തസ്ഥായിട്ട് വർക്ക്ഷോപ്പിൽ അധ്വാനിക്കണവനാ. തുരുമ്പ് പിടിച്ച് വർക്ക്ഷോപ്പില് അധ്വാനിക്കുന്നത്. എന്തടി തുരുമ്പ് പിടിച്ചെന്ന് ഒരു ആക്ഷേപം പോലെ. അവിടെ എന്താ പണിയിരിക്കണെന്ന്? ആ സ്ക്രൂ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞട്ടും ബോൾട്ടും ഇങ്ങനെ ഇളക്കുന്ന പരിപാടിയല്ലേ? വേറെ ഇളക്കിയാലല്ലേ അത് പണിയാവുള്ളൂ. ചുമ്മാ അതിൽ വെച്ചോണ്ടിരുന്നാ മതിയാ. ആൾക്കാർ നന്നാക്കാൻ കൊണ്ടിരുമ്പോ അന്തസ്ഥായിട്ട് വെച്ചുകൊടുക്കാണ് ടൈറ്റിയിലൊക്കെ. പിങ്കി ഇന്നലെ ഉണ്ടല്ലോ എനിക്ക് ഈ ഗേറ്റിന്റെ അങ്ങോട്ട് അകത്ത് കടക്കാൻ വയ്യായിരുന്നു. ക്യൂ വെച്ചായിരുന്നു നിരന്ന ആൾക്കാർ നിന്ന് കാണായിരുന്നു. പൈസ ആണെങ്കിലോ ഇഷ്ടം പോലെ. നീ തീരെ എന്നെ ആക്കല്ലേ കേട്ടാ. ഓക്കെ, എത്ര വർഷങ്ങളെന്ന് അറിയാം ഈ വർഷാപ്പ് ഇട്ടേക്കുന്നത്. ഈ പൈസയാണ് നീ നമ്മളെ അതിപ്പം ഒന്ന് നിർത്തോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഈ വർക്ക്ഷോപ്പ് വിറ്റിട്ടേ വല്ല ബിസിനസ് തുടങ്ങിയാലോ? ബിസിനസ് അത് പറയാനാ ഞാനും വന്നത്. അപ്പോ ഇതെല്ലാം കൂടി നമുക്ക് ആക്രി കാശിനങ്ങ് വിറ്റ് കളഞ്ഞിട്ട് നമുക്കൊരു സ്പാ തുടങ്ങാം. സ്പാ മാത്രം എന്തിന്? നമുക്ക് തട്ടുകടയോ കഫറ്റീരിയോ അങ്ങനെ എന്തിനും തുടങ്ങാം. തിന്നണത് അല്ലേ, തട്ടുകട അല്ലേ. എന്റെ ജീവൻ ഇരിക്കുന്ന കാലം വരെ ഈ വർക്ക്ഷോപ്പ് വിൽക്കുന്ന പരിപാടിയില്ല. അത് ഉദ്ദേശിച്ച് രണ്ടുപേരും നടക്കുകയും വേണ്ട കേട്ടാ. ഇതൊക്കെ ഉള്ളുണ്ടായപ്പോ നമ്മൾ ജീവിച്ചു പോണത്. അതൊക്കെ വർക്ക്ഷോപ്പ് വിൽക്കണം. കയറി പായടി വീട്ടിനകത്ത് വർക്ക്ഷോപ്പ് വിൽക്കാൻ നടക്കുന്നത്. ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോ വെറുതല്ല ഈ വീട് വന്നത്. നമ്മുടെ അച്ഛന് വണ്ടി എങ്ങനെ അതുപോലെയാണ് അപ്പൂന്റെ വർക്ക്ഷോപ്പ്. രണ്ട് തുരുമ്പും കൂടി എപ്പോഴും ഞാൻ എടുത്ത് കളയും. ചേച്ചി അതെ എടി, ഞാൻ വളർന്നിട്ട് വേണം. ഇനി എവിടെ വളരാൻ? അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്. ഞാൻ പഠിച്ച് വലിയൊരു ആളായിട്ട് വേണം എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ. നീ വേണമെങ്കിൽ എന്റെ കൂടെ കൂടിക്കോ, എനിക്ക് വിരോധമൊന്നുമില്ല. എന്റെ പൊന്നു പിങ്കി, ഞാരുടെ പാർട്ണർഷിപ്പ് കൂടിയാലും നിന്റെ അടുത്ത് ഞാനില്ല. എന്താ കുടിച്ച വെള്ളത്തിൽ നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. റിങ്കി എടി, വിശ്വാസം അതല്ലടി എല്ലാം. വിശ്വാസം അതൊക്കെ തന്നെ അല്ല, പക്ഷെ നിന്നെ ഞാൻ വിശ്വസിക്കില്ല. കൊള്ളാം. എന്നാ നിനക്ക് വിശ്വാസമല്ല ആരെങ്കിലും കൂടെ നീ കളിച്ചോ. പൊന്നല്ലേ, വാ കളിക്കാം. കുറച്ചുകൂടെ സോപ്പിട്ട് വിളിച്ചാ ഞാൻ വരാം. കണ്ടപ്പാടും പിടിക്കണുണ്ടോ? എന്റെ മുത്താണെന്ന് പറഞ്ഞത്. വാ നമുക്ക് കളിക്കാം. എവിടെ എവിടെ പോയിട്. ചിന്നോ ഇവിടെ ഇല്ലേ? ചിന്നോ ചിന്നേ അങ്ങനെ പോട്ടെ. അയ്യോ എന്തോന്ന് റിങ്കി, എന്തോ ആടി ഒരു ഫ്ലോയിൽ കളിച്ചു വന്നപ്പം ചിന്ന ഓർഡറി. കോടിയടി അങ്ങോട്ട്. കോൺസെൻട്രേഷൻ തെറ്റിപ്പിക്കല്ലേ. എന്തോ ഞങ്ങളെ അവിടെ ഫ്രണ്ടിൽ മുറ്റം അടിച്ചോണ്ടിരിക്കുന്നു. ആലോചിച്ച് പറയടി. അവിടെ ഉണ്ടെന്ന് മര്യാദക്ക് ചോദിച്ചപ്പോ അവളുമാരെ വലിയ മറ്റേ ഒടുക്കത്ത കളി, നല്ല കോമ്പറ്റീഷനാ. കണ്ടിട്ട് കുത്തരും. ഞാൻ ഫ്രണ്ടിൽ പോയി നോക്കാം, അവിടെ ഇല്ല. ചുമ്മാ തള്ളി വിട്ടാണെങ്കിൽ വട്ടു പിടിച്ചാ നീ ഇവിടെ വന്നിക്കണ. നിന്നെ അവിടെ എത്ര നേരം കൊണ്ട് വിളിക്കണ? ചേട്ടാ മുറ്റം ഇവിടെ നല്ല അടിക്കാൻ പറ്റുള്ളൂ. മുറ്റം അടിക്കണ? ഒരു കാര്യം പറയാനാണ് വന്നത്. എന്തോ ചേട്ടാ? കായ് കൂടെ തൂത്ത് തരണ ഇതിന്. ഞാൻ തൂക്കണ സ്ഥലത്ത് നിക്കണതിന്. കാര്യം പറ, എന്തോന്ന്? 2 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എന്ത് ടിക്കറ്റ്? സിനിമ ടിക്കറ്റ്. സിനിമ ടിക്കറ്റാ? സിനിമയ്ക്ക് പോവാം.
ആരൊക്കെ? ഞാനും നീ. നമ്മള് മാത്രോ? 2 ടിക്കറ്റിൽ 2 പേർക്കല്ലേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മള് മാത്രം എങ്ങനെ പോണത്? ചന്ദ്രൻ ചേട്ടനൊക്കെ വിളി പോവാ. അപ്പൊ ചന്ദ്രൻ വിളിക്കണെന്ന് ഇവിടെ ഇരിക്കല്ലേ, മാമനും പിള്ളേർ ഇരിക്കല്ലേ? മാമനെ പിള്ളേരൊക്കെ വിളിച്ചിട്ട് എവിടെ പോകാം? ഉത്സവം കാണാൻ പോകാനല്ലേ? ഞാൻ സിനിമയ്ക്ക് പോകണ കാര്യമാണ് പറയണത്. എന്റെ ചേട്ടാ സിനിമയ്ക്ക് പോണ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. നമ്മൾ മാത്രം എങ്ങനെ പോണം? മോശമല്ലേ? പിങ്കിയും പിങ്കിക്കൊക്കെ വിഷമാവൂലേ? പിന്നെ 2 ടിക്കറ്റേ ഉള്ളൂ. അതാ സേഫ് എടുത്ത് തന്നത് ഫ്രീ ആയിട്ട്. പക്ഷെ ചേട്ടാ ഒരുമിച്ച് താമസിക്കുമ്പോഴത്തേക്കും നമ്മൾ മാത്രം പോണോ? ശരിയാണോ? ചോദിക്കണ്ടേ? ഇതിപ്പോ എന്ത് കാര്യം? നീ എന്തെങ്കിലും വേറൊരു കാര്യം പറയല്ലേ? വേറൊരു കാര്യം തന്നെ ഞാൻ അവർ ചോദിച്ചിട്ട് വരാം. അവർ പറഞ്ഞോണ്ടെന്ന് ചോദിച്ചിട്ട് വരാം. അവരെന്ന് പറയാൻ അച്ഛൻ തിയേറ്ററിൽ ഒന്ന് സിനിമ കാണാനൊന്നും വരെയൊന്നുമില്ല. ചേട്ടാ നമുക്ക് ചോദിക്കുന്നു. അതൊരു ഫാമിലി പടമാണ്. ആ കൊച്ചു പെമ്പിളരൊന്നും പോയ വരെയൊന്നുമില്ല. അതായിരിക്കും ജസ്റ്റ് ചോദിച്ചേക്കാൻ പറഞ്ഞോണ്ടാന്ന്. മോൻ വെക്കണ നോക്ക്. പിന്നെ നമ്മളൊരു പ്ലാനോട്ട് വരുമ്പോ അതിനെ തകർത്ത് മണ്ണടിപ്പിച്ച് കളഞ്ഞാൽ നിനക്കൊന്നും തോന്നുന്നില്ല? ഒരു പ്ലാനായിട്ട് വരുമ്പോഴല്ല ചേട്ടാ, ഒരുമിച്ച് താമസിക്കുമ്പോ അത് മോശം ചേട്ടാ. നമ്മൾ അവരങ്ങനെ പോയാൽ നമുക്ക് ഒരുമാതിരി തോന്നൂല. ഇല്ല, തോന്നൂലേ? അവർ പോയാൽ നമുക്ക് തോന്നൂല, പക്ഷെ നമ്മൾ പോയാൽ അവർക്ക് തോന്നും. ഞാൻ എന്തായാലും പോയി ചോദിച്ചിട്ട് അടിച്ചേക്കൂ. എന്നെ അല്ല, മുറ്റടിച്ചേക്കാം. ഞാൻ ചോദിച്ചിട്ട് വരാം. ഫോർമാലിറ്റിക്ക് ചോദിച്ചാ ചേട്ടാ, ആത്മാർത്ഥത്തേക്കൊന്നും ചോദിക്കണ്ട. അപ്പു പണക്കാണോ? എനിക്ക് ആരോടും പണക്കമല്ല. അപ്പു അല്ല, ഞങ്ങൾ ഈ വർക്ക്ഷോപ്പ് മാറ്റാൻ പറഞ്ഞേനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? നീയൊക്കെ പറയണത് ആര് കണക്കിലെടുക്കണത്? ഓഹോ, ഇപ്പൊ ചോദിക്കാവുന്ന നമ്മളാരാ ചേച്ചി? ശശി. മക്കള് വാ. എല്ലാരും ഇവിടെ വന്നിരിക്കുവാണ്. ഒറ്റ എണ്ണത്തിനകത്ത് കാണല്ലോ കേട്ടോ. അടുക്കളയുടെ ഭാഗത്തോട്ട് വരല്ലേ. എന്ത് മാമ നമുക്കൊരു സിനിമയ്ക്ക് പോവാ. അയ്യോ മക്കളെ, ഞാൻ പറഞ്ഞില്ല. എനിക്ക് പറ്റില്ല, ഞാൻ പറഞ്ഞില്ല. എന്തോന്ന് മാമ? എന്റെ പൊന്നു മക്കളെ, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ പറഞ്ഞില്ല. മാമ ഇത് വെയിറ്റ് ലിഫ്റ്റിംഗ് ഒന്നല്ലോ, സിനിമയ്ക്ക് പോവാമോന്നല്ലേ ചോദിച്ചോളൂ. എത്ര നാളായി നമ്മളെല്ലാരും കൂടെ പോയിട്ട്? ഇവിടെയാണ് ഒരുപാട് പണി നടക്കുന്നത്. ശരിയാവൂല മക്കളെ, ഞാൻ പറഞ്ഞില്ല. വരുന്ന ഇനി വയ്യപ്പച്ചി. എന്ത് നീ പറഞ്ഞില്ല? അതപ്പച്ചി ഇപ്പോഴത്തെ സിനിമകളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സീരിയസ് മാറ്റേഴ്സ് ആണ്. ചിരിക്കാനുള്ളത് ഒന്നുമില്ല. അതുകൊണ്ട് എനിക്കൊരു മൂടില്ല. കഴിഞ്ഞ ആഴ്ച സിനിമയ്ക്ക് പോയുള്ളതാണ്. അത് ചിരിക്കാനുള്ള സിനിമയായിരുന്നു. റിങ്കി എന്താണ് ഇത്? ദീപ ഞാൻ പറഞ്ഞില്ല അപ്പച്ചി, എനിക്കങ്ങ് വയ്യ. അതെ, നമ്മളിപ്പോ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലേ അത് കണ്ടിട്ട് ഇറങ്ങുമ്പോ മുഖത്ത് സന്തോഷവും ചിരിയൊക്കെ വേണം. ഇപ്പൊ ഉള്ള ഏത് നല്ല സിനിമയുണ്ട് ഇവള് പറഞ്ഞ പോലെ വെറുതെ 2.5 മണിക്കൂർ കളയണേക്കാളും ആ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും പണി നോക്കാം. പിന്നെ ഇതൊക്കെ OTT വരുമല്ലോ, അപ്പൊ ഇരുന്ന് കാണാം, പൈസയും ലാഭിക്കാം. നിങ്ങളൊക്കെ എന്ത് ഇങ്ങനെ സംസാരിക്കണേ? സിനിമയ്ക്കല്ലേ വിളിച്ചോളൂ, അതിന് ഇങ്ങനെയാണോ പറയണത്? വെറുത്ത പോലെ. മാമനാണെങ്കിൽ മാമന് വരാൻ വയ്യ, നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്കും വരാൻ വയ്യ. അയ്യോ, പറയാനൊന്നും അപ്പച്ചി ഉണ്ടാക്കിയ സിനിമയാണെന്ന്. ഞാൻ ഉണ്ടാക്കിയ സിനിമയല്ല, ഒന്ന് എല്ലാരും കൂടെ പോവാമെന്നൊന്ന് വിചാരിച്ച് അതുകൊണ്ട് വന്ന് ചോദിച്ചാണ്. പറഞ്ഞില്ലല്ലോ? ഇല്ല. മാമ പറഞ്ഞില്ലല്ലോ? ഇല്ല മക്കളെ, ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ എവിടെങ്കിലും വിളിക്കേട്ടാ, ഞാനും വരില്ലല്ലോ. ഞാൻ റാമനോട് പൊക്കോളാം. അപ്പച്ചി പോണോ? പിന്നെ ഞാൻ പോണെന്ന് പറഞ്ഞാലല്ലേ ഇങ്ങോട്ട് വന്നത്. അപ്പൊ എനിക്ക് പോപ്കോൺ മേടിച്ചോണ്ട് വരുമോ? ഈ സിനിമയ്ക്ക് വരുമോ? നിനക്ക് പോപ്കോൺ വേണം? കൊള്ളാലോ. അതാണ്. ഓ പറഞ്ഞേ ഇല്ല. റിങ്കി, ഞാൻ ഒരു കാര്യം ചെയ്താലോ? എടി, നമ്മുടെ മലയാള സിനിമ നന്നാൻ വേണ്ടി ഞാൻ ഒരു സിനിമ എടുത്താലോ? എന്തോ? ഞാൻ ഒരു സിനിമ എടുത്താലോ? കേറി പൊടി വന്നു. മലയാള സിനിമ നന്നാവേ നശിപ്പിക്കാനായിട്ട്. വേണ്ട. എന്തായി? ഞാൻ ചോദിച്ചേട്ടാ, അവർക്ക് വരാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞല്ലേ, നീ അങ്ങോട്ട് ഇറങ്ങോട്ട്. എന്തായിരിക്കും അവര് വരാത്തത്? അതിനു വേണ്ടി നമുക്കൊരു അന്വേഷണ കമ്മീഷൻ വെക്കാം. എടി നീ ഇറങ്ങ, സമയം പോണെന്ന്. ഇപ്പഴും ഇറങ്ങണതിന് 4 മണിക്കല്ലേ സിനിമ? 4 മണിയായുള്ളൂ. പക്ഷെ നമുക്ക് നേരെ ഇവിടെ കോവളത്തൊക്കെ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടെ നമുക്ക് സിനിമയ്ക്ക് എങ്ങനെ ഇരിക്കും? പക്ഷെ ബീച്ചിലൊക്കെ പോയിട്ട് കുറെ നാളായി. എന്നാ അങ്ങനെ പോവല്ലേ? പിന്നെ അല്ലാതെ. അപ്പൊ ഞാൻ പെട്ടെന്ന് റെഡിയാവാം. ഇവിടെ റെഡിയോ? ഇന്ന് ഡ്രസ് ഇടും ചേട്ടാ. ഓ ജോലി അല്ല ചോദിച്ചു, ഇതിട്ടാ മാച്ച് ആയിരിക്കും നമ്മൾ. മാച്ചാ? നോക്കേട്ടാ. അത് തന്നെ മാച്ച് തന്നെ. അല്ലെങ്കിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ നമുക്ക് റെഡ് ഇട്ടാലോ? ബ്രൈറ്റ് ആയിട്ട് നീ റെഡി ആയിട്ടുണ്ടോ? നോക്കണ പോലും ഇല്ല. ആ നോക്കി, അടിപൊളി. ഇതിന്റെ കൂടെ ആകുമ്പോ എനിക്ക് ആ സിൽവർ ജിമിക്ക ഇടാം. ജിമിക്ക്? എന്ത്? ആ ഇടൂ. കുറച്ച് പൂവും കൂടെ വെച്ച് അടിപൊളിയായിരിക്കും. വാങ്ങിച്ചു. പൂവും ജിമിക്കും നമ്മൾ തിരുവാതിര കളിക്കാൻ പോണടി. പിന്നെ ഏത് തിരുവാതിരക്കാണ് ചുരിദാറും ജിമിക്കും പൂവും വെച്ചോണ്ട്? എന്തോ ചേട്ടാ ഇങ്ങനെ? അതെ, കല്യാണത്തിനൊക്കെ പോകുമ്പോ അങ്ങനെയൊക്കെ പോണത്. ഞാൻ എന്ത് ചോദിച്ചാലും ചേട്ടൻ ഇങ്ങനെയാണ്, ഒരു താല്പര്യം ഇല്ലാത്ത പോലെ. ഞാൻ സ്നേഹമുള്ളണ്ടല്ലേ ചോദിക്കണേ, ഞാൻ ചോദിക്കൂല. എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇട്ടോണ്ട് ഞാൻ പോകും.
മറ്റേ വാങ്ങിച്ചു പിന്നത് ഇതങ്ങ് ആദ്യമേ പറഞ്ഞ ആ മുറി കളയാൻ വേണ്ടിട്ട് അവരുടെ പിന്നെ എന്തിട്ടാ കട്ട സെറ്റല്ലേ നീ കിട്ടാ ആണോ പിന്നെ ചുന്ദരി പെട്ടെന്ന് റെഡിയാണ് നീ അങ്ങനെ ഇരിക്കണ ഇങ്ങനെ അത് കൊള്ളാം നന്നായിരിക്കും പൂ വാങ്ങിച്ചു തരണേ വാങ്ങിച്ചു തരാന്ന് സന്തോഷത്തോടെ പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ട് വാങ്ങിച്ചു തരാം പക്ഷെ ഓവറായി പോ തിയേറ്ററിൽ പൂവൊക്കെ വെച്ച് പോയ അല്ലെങ്കിൽ പൂ വേണ്ടല്ലേ പൂ വേണ്ട കേട്ടോ പൂ വാങ്ങിക്കാം നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വെക്കണ്ട എന്താ പറയുന്നു അത് നല്ല ഐഡിയ അപ്പൊ വാങ്ങിച്ചു വെച്ചേക്കാം വാങ്ങിച്ചു വെച്ചേക്ക് ഞാൻ റെഡി ആവണേ ഓ നീ പെട്ടെന്ന് റെഡിയാവൂ ഓ ഞാൻ റെഡിയാ അതാണ് വരാ ചേട്ടാ At the temple counter, ക്ഷേത്ര കൗണ്ടറിൽ ഡിവോട്ടി ഭക്തൻ I brought a rose garland. Should I take a receipt? ഒരു റോസാപ്പൂ മാല കൊണ്ടുവന്നിട്ടുണ്ട്. റെസീറ്റ് എടുക്കട്ടെ? പിങ്കി അതെ അപ്പച്ചിക്ക് ഫീലായി കാണോ എന്തോ. എന്തിന്? ഞാൻ സിനിമയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞോണ്ട്. ഫീലൊന്നും ആയി കാണൂല. ആയി കാണൂലേ? കാണോ? അതല്ലേ ഞാൻ എന്റെ അടുത്ത് ചോദിച്ചേ. അതല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചേ. എന്തോ ആട്ടെ. അതെ ഞാനും കൂടി അപ്പച്ചിരി കൂടെ പോയാലോ എന്ന് ആലോചിക്കാൻ. എവിടെയാടി? സിനിമയ്ക്ക്. നീ പോണോ? ഞാൻ പോണു. എന്നാ ഞാനും വരണം. നീ വരുന്നാ? എന്നാ പോയി റെഡിയാ. ഞാൻ ഡ്രസ് ഇട്ട് ഏതെങ്കിലും ഇട്. മക്കളെ എന്തോ നിങ്ങൾ വരണ എവിടെ? അവരെ കൂടെ സിനിമയ്ക്ക് പോയാൽ എന്തെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഞങ്ങളിപ്പോ അതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു. തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. ഒരു ഫാമിലി ട്രിപ്പ് പോവാം. എന്നാ അപ്പൊ പോയി റെഡി ആവും. ശരി. നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. ആ ശരി വാ റെഡിയാവും. ചിന്നുവേ എടാ ചിന്നു വരുന്നേട്ടാ ഇത് എന്തോന്നടി ഇത് നിന്നെ കൊണ്ട് ഒരു സ്ഥലത്ത് പോകാൻ നടക്കൂലല്ലോ. ചേട്ടാ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യണ്ടേ? എന്നടി ഇത്ര സമയം വേണം? പിന്നെ അത് കാര്യം ചെയ്യും ചേട്ടൻ ചേട്ടൻ തന്ന ഇപ്പൊ പോവാം. ഓ റെഡിയായാ? എവിടെ പോണു? സിനിമയ്ക്ക്. പോ മക്കളെ. എന്തോ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. നിങ്ങള് സിനിമയ്ക്ക് പറഞ്ഞ നമ്മുടെ കൂടെ മക്കളല്ലേ വിളിച്ചത് വരണമെന്ന്. ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞില്ലെന്നാണല്ലോ അവള് പറഞ്ഞു. അതെ വരാൻ താല്പര്യം ഇല്ലായിരുന്നു. മോൾ വന്ന് വിളിച്ചപ്പം പിന്നെ വരാൻ തോന്നി. അല്ല ഞാൻ ആദ്യം വന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ അതെന്ത് പെട്ടെന്ന് അങ്ങനെ? അത് അപ്പച്ചിന്റെ മുഖം കണ്ടപ്പോ ഞങ്ങൾക്ക് സങ്കടമായി. പിന്നെ ഞങ്ങളുടെ മനസ്സങ്ങ് മാറ്റി. പിന്നെ അത് മാത്രമല്ല പോപ്കോണിന് നല്ല ടേസ്റ്റ് ആണ് തിയേറ്ററിലെ. അത് മാത്രമല്ല മക്കളെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് ഒരുപാട് നാളായി. തൃപ്തിയായല്ലേ? പോവാം. റെഡിയായ സിനിമ പാടി എന്തിനാട്ടാ? എനിക്കൊന്ന് റെഡിയാവാൻ. ഓ അല്ല ഞാൻ പറഞ്ഞ വാ നീ വാ. റെഡി ആയില്ലേ? റെഡിയായില്ല റെഡിയായില്ല നീ വാ റെഡിയാക്കി തരാം. ഞാൻ റെഡിയായി ചേട്ടാ. അത് തന്നെ ഞാൻ റെഡിയാക്കാം. അല്ല ഞാൻ റെഡിയായി. എന്നാടാ ഞാൻ റെഡിയായി ചേട്ടാ. എടാ. അല്ല ഞാൻ റെഡിയായി പറയാ. കേറ് കേറ് കേറടി നീ നീ കേറ് നീ. എന്നും ചേട്ടാ വെയിറ്റ് ചെയ്യാം. പൈസ എടുക്കാൻ പോയതാണ് എനിക്കറിയാം. എനിക്ക് പോപ്കോൺ മേടിക്കണ്ടേ? എന്നും ചേട്ടാ ദേഷ്യപ്പെടണ. ഞാൻ പിന്നെ എന്തോ വേണം? ചേട്ടാ സോറി ഞാൻ അറിഞ്ഞ അവര് വരുന്നു. നീ അറിഞ്ഞില്ല പിന്നെ നീ എന്തിനു ചെന്ന് കിടന്ന് വിളിച്ചത്? ഇത് ചേട്ടാ മോശമല്ലേ നമ്മൾ മാത്രമായിട്ട് പോണ? എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അതിലെന്തോന്നടി മോശം? ഒരു ഭാര്യയും പുറത്തോണ ലോകത്തുള്ള എല്ലാവരും വിളിച്ചോണ്ട് പോണത്. അതൊക്കെ പറയട്ടെ. എല്ലാരും കൂടെ താമസിക്കുമ്പോ നമ്മൾ അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടെ താമസിക്കുമ്പോ നീ എല്ലാവരും വിളിച്ചോണ്ട് പോണത് കൊയ്ത്ത് കിടക്കണം. ചേട്ടാ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നുള്ളത് പറ. നീ എല്ലാം വിളിച്ചോളൂ. നീ എന്നെ എന്തെങ്കിലും ചെയ്താൽ മതി. അങ്കിളെ അങ്ങളെ കൂടെ ഇറങ്ങി വാ. ഉണ്ണിയപ്പോ ദേഷ്യപ്പെടണെന്ന്. ഇവിടെ ഞാൻ വിഷം വെച്ച് ഞാൻ കൊല്ലും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടെ പോയാലോ? ഓ എല്ലാവർക്കും കൂടെ പോടാ. വീട് പണി നടക്കില്ലേ? ചേട്ടാ എന്ത് ചെയ്യുന്നുള്ളത് പറ. ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. അറ്റ കൈക്ക് ഒരു നമ്പർ എടുക്കാൻ പറഞ്ഞു. കട്ടായി കൂടെ എന്ന് പറഞ്ഞു. എന്തോന്ന് നമ്പർ? എന്തോന്ന് നമ്പർ എന്നാ? കള്ളം പറയാനാ? ഞാൻ വേറെ വേറെ പറഞ്ഞോളാം. നീ കൂടെ നിന്ന് തരൂ. എനിക്ക് കള്ളം പറയാൻ പറ്റൂ? മനസ്സിലാവും പിങ്കിക്ക്. മനസ്സിലാവട്ടെ. അപ്പച്ചി
ഇച്ചിരി എത്ര നേരം എന്തൊന്ന് കാണിക്കുന്നത് നിങ്ങള്? എന്ത് കാര്യം എന്ത് എന്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിരുന്നു? എനിക്ക് വയറുവേദന എടുക്കുന്നു, ഭയങ്കര വയറുവേദന. ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എത്ര നേരം എത്ര നേരം? എത്ര നേരം നീ സമയം നോക്കിക്കൊണ്ടിരിക്കുന്ന? ഓ, ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുക. ആ, എനിക്ക് വയറുവേദന എടുക്കണം, നീ പോ എന്റെ കണ്ണിന് മുമ്പിൽ. ഓ, അവിടെ കൊണ്ടടി എടി ചിന്നു, എന്നെ ആശുപത്രി കൊണ്ടുപോടി. ആണല്ലേ? ഓ, ഞാൻ കൊണ്ടുപോയിട്ട് വരട്ടെ പിങ്കി. ഓ പിന്നെ അല്ല, അയ്യോ, നിങ്ങളൊന്ന് പോണാ? നമുക്ക് സിനിമയ്ക്ക് പോണ്ടേ? എന്നെ ആശുപത്രി കൊണ്ടുപോടി. എടി പെണ്ണെ, പിങ്കി വയറുവേദന എടുക്കുമ്പോഴാണ് സിനിമയ്ക്ക് പോണെന്ന് പറയണത്. ഓ അങ്ങനെ ചോദിച്ചു വിടും, ആശുപത്രി കൊണ്ടുപോകുന്നു. ചേട്ടാ കൊണ്ടുപോവാൻ ചേട്ടാ, വാ എണീക്ക് വാ. വയ്യ വയ്യ. അയ്യോ നടക്കാൻ പറ്റുമോ? ഒറിജിനൽ ആയിരുന്നാ? സോറി സോറി. എന്തോ ഇറങ്ങാത്തെ? ഇന്നലെ പറഞ്ഞില്ലേ നീ? മാമ ഭയങ്കര വയറുവേദന. അത് രാവിലെ കക്കൂസ് പോയി കാണൂല, അതുകൊണ്ടായിരിക്കും. ഇനിയുമ്പോ ആലോചിക്കണം. പോയാ ചേട്ടാ രാവിലെ? ഓ ഞാൻ പോയി, അറിഞ്ഞെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കായിരുന്നു നിങ്ങൾക്ക് കാണിക്കാം. വൃത്തിയാണ് ചേട്ടാ ചേട്ടൻ പറയണത്. പിന്നെ അല്ലേ വയറിന്റെ ഏത് സ്ഥലത്താണ് വേദന? വയറിന്റെ എന്തോ പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ്? പറ. നീ ഡോക്ടറാ? ഓ, ഡോക്ടറിന് മാത്രമേ പറയാൻ ആ പറ്റൂ. ഡോക്ടറിനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ അപ്പൻഡിക്സ് ആയിരിക്കും, റൈറ്റ് സൈഡ് ആണെങ്കിൽ ഫാറ്റി ലിവർ. ആ എന്നാ എനിക്ക് നടുക്കാണ് എടുക്കാം. ഗോൾ ബ്ലാഡർ ആണോ പ്രശ്നം? പിത്താശയം, പിത്തം പിടിച്ച കിടക്കല്ലേ, എന്ത് ചെയ്യാന്? വാ ചേട്ടാ ഹോസ്പിറ്റലിൽ പോകുമ്പോ. ഓ മക്കളെ ഞാനും പറഞ്ഞു കാർ വിളിച്ചോണ്ട് വരാം. ചേട്ടാ മാമന് വരണം എന്തോന്ന് ചെയ്യണം? ഞാൻ എന്റെ ഭാര്യയോടെ പൊയ്ക്കോളാം. അപ്പു കാർ പിടിക്കണ്ട, ആംബുലൻസ് മതി. ആ ബോഡി എടുക്കണ്ടേ? ഒരു ബോഡിയാ വയറുവേദന ആയിട്ടുള്ളൂ, നീ എന്തോടി പറയണേ? ബോഡി ഒക്കെ എടുക്കാൻ പോണതോട് അങ്ങോട്ട് ചോമേ. ഹോസ്പിറ്റലിൽ പോപ്പും കിട്ടൂ. സിപ്പൊക്കെ കിട്ടും. അപ്പൊ ഞാനും വരണം. അവളും വരണം. എന്ത് ചെയ്യണം ചേട്ടാ? ചേട്ടൊന്ന് വാ അവിടെ പറയട്ടെ, എന്ത് ചെയ്യണം ഞാൻ ഇപ്പം? എടി ബാക്കിയുള്ള വേദന എടുത്തിങ്ങനെ എന്നെ കൊണ്ട് തന്നെ ഇതൊക്കെ പറയിപ്പിക്കണോടി. നീ ഇതാ ഇവളുമാരെയൊക്കെ പോവാൻ പറ, ഇവളുമാരെയൊക്കെ. ഇവളൊന്നും എന്റെ ഇവിടെ വരണ്ട. നിങ്ങളൊക്കെ ഒന്ന് പോ. ഓ അപ്പു പോയി വണ്ടി പിടി. ഞാൻ കാർ വിളിച്ചോണ്ട് വരാം. ഒന്ന് പിടിക്കട്ടെ, ഒന്ന് പോവാനൊന്ന്. എനിക്ക് അവളെ പിടിക്കാം, ഞാൻ പൊയ്ക്കോളെ പിടിച്ചു. ഒന്ന് മാറ്. എന്റെ വേദന പോയി. ഇഷ്ടപ്പെട്ടെന്ന് ആ പോയോ? വേദന എത്ര പെട്ടെന്ന് പോയി. പോയാ വേറെ? അപ്പൊ നമുക്ക് സിനിമയ്ക്ക് പോവാം. വാ. ഇനി എനിക്ക് വയ്യ. ആ, എന്ത് എന്റെ ആ ഫ്ലോ അങ്ങ് പോയി. ഫ്ലോ പോയ? ഇങ്ങട് മാറി. ഇങ്ങട് മാറ്. മക്കളെ വയറ് തന്നെ പോയാ? ഓ മമ്പ പോയി. ഗ്യാസ് ആയിരിക്കും. ആ ഗ്യാസ്. ചേട്ടാ വയറുവേദന പോയാ? എന്തോന്ന് അപ്പച്ചി കാണിക്കണേ? ഞാൻ കാണിച്ചു. സിനിമയ്ക്ക് പോണ്ടേ? ഇടി ഞാൻ എന്ത് ചെയ്യാം ഇപ്പം? ഒരു മരി വിളിച്ചു വരുത്തിട്ട് അപ്പൊ ചെയ്ത് ഭയങ്കര ബോറായി പോയി കേട്ടോ. ഞാൻ അപ്പഴേ പറഞ്ഞാണ് ഞാൻ വരുന്നില്ല എന്ന്. വാ വാന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് ഇനി എനിക്ക് സിനിമയ്ക്ക് പോയാൽ പറ്റൂ. അല്ല സിനിമയ്ക്ക് പോണ്ടെന്ന് തീരുമാനിച്ച അതാരി ആ വാ അന്ന് തോന്നുന്നല്ലേ? ചോദിക്കാം. ആ പോവാ. ആ ഇതെന്തൊരു കഷ്ടമാണ്. ഇതൊരു കഷ്ടൂടെ ഈ പറഞ്ഞ ഉടനെ എല്ലാം കൂടെ കയറി മൂടുകളെ. നീയാ തീരുമാനിക്കുന്നത് ആര് സിനിമയ്ക്ക് പോകണം ആര് സിനിമയ്ക്ക് പോണ്ടാന്ന്. ഞാനല്ലേ സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചത്, അപ്പൊ ഞാനല്ലേ തീരുമാനിക്കുന്നത് പോണ്ടാന്ന്. ഓഹോ, നീ അങ്ങ് തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യണോ? അയ്യോ മാമ പ്ലീസ് അടി ഉണ്ടാക്കല്ലേ. ഞാൻ പ്രശ്നം പറയാം. ആകെ 2 ടിക്കറ്റേ ഉള്ളൂ, അതാണ് കുഴപ്പം. 2 ടിക്കറ്റ് എന്നാ? ഓ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്താ? അല്ല ടിക്കറ്റ് ചേണ്ടയിലുണ്ട്. ഓഹോ, അപ്പൊ ഞങ്ങളെ വെറുതെ ഫോർമാലിറ്റിക്ക് വിളിച്ചാണല്ലേ? ഓ തന്നെ, നീ പിന്നെ വന്നേതിന്? അങ്ങനെ അല്ലരേ, അതായത് ചേട്ടാ ആദ്യമേ പറയാണ് നിങ്ങളെ വിളിക്കണ്ടാന്ന്. ഞാനാണ് പറഞ്ഞത് നിങ്ങൾക്ക് വിഷമാവൂലേ നിങ്ങളെ കൂടെ ഒന്ന് നിർബന്ധിക്കാന്ന് പറഞ്ഞ് ഞാനാണ് വിളിച്ചത്. ഓഹോ, ഞങ്ങളെ വിളിക്കാതെ രണ്ടുപേരും കൂടി സിനിമയ്ക്ക് പോകാൻ വേണ്ടിട്ടുള്ള പ്ലാൻ ആയിരുന്നല്ലേ? ഓ തന്നെ, നീ എന്തിനു പറഞ്ഞത്? നമ്മൾ ഭാര്യ ഭർത്താവ് കൂടെ പോകേണ്ടത്? അതെ, ഞങ്ങളെ വിളിച്ചിട്ടാണ് വന്നത്, അല്ലാതെ ഒന്നും അല്ല. അപ്പച്ചി ഞാനാ പറയണത്. പിന്നെ അങ്ങനെ നീ അല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയ, നീ എന്നെ പറഞ്ഞ് സോൾവ് ചെയ്താൽ മതി. ചേട്ടാ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ചേട്ടാ സേഫിക്ക് ഒന്ന് വിളിക്കും, എന്നിട്ട് ഒരു 3 ടിക്കറ്റ് എക്സ്ട്രാ ഇട്ടോ ചോദിക്കും. ഓ മതി, നമുക്ക് 5 എണ്ണം ചോദിക്കാം. 5 എണ്ണം 2 എണ്ണം ഓൾറെഡി ഇരിക്കുകയല്ലേ, പിന്നെ 1 2 3 3 എണ്ണല്ലേ എക്സ്ട്രാ വേണ്ടുള്ളൂ. എന്റെ അണ്ണനെയും നാത്തൂനോട് കൊണ്ടുപോകാം. അവര് വരാൻ ലേറ്റ് ആവൂലേ? പോയി കൊടുക്കും. ചേട്ടാ എന്തോന്ന് ചെയ്യും ഇനി? നീ എന്തോന്നു നീ പറഞ്ഞത്? ഒരാൾ 2 ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ വിളിച്ചിട്ട് 5 എണ്ണം കൂടെ തരാൻ പറയാം. നിങ്ങൾ 2 ടിക്കറ്റ് ഉണ്ടാ? ഓ നിങ്ങൾ 2 സിനിമയ്ക്ക് പോയി. അപ്പോ അപ്പൊ നമ്മളാ? നമ്മൾ വേറെ സിനിമയ്ക്ക് പോകും. എവിടെ? ലുലുവില്. ആ ഫുൾ ചെലവ് അപ്പൂപ്പിന്റെ കണക്ക്. അയ്യോ മാമ ഞാനും പറഞ്ഞില്ലൂ. മക്കൾ വരണ അന്നെങ്കിൽ അല്ല അപ്പൊ 2 ടിക്കറ്റ് അത് ഈ ചേട്ടാ എന്തെങ്കിലും ചെയ്തോ. എന്തെങ്കിലും നിന്നെ കൊണ്ടുപോകലേ അത്ര കഷ്ടപ്പെട്ടത്. ഒരു കാര്യം ചെയ്യാം, സേഫിക്കേ വിളി, എന്നിട്ട് നിങ്ങൾ 2 കൂടെ പോ. ഓ അത് ശരിയാണ് കേട്ടാ. നീ എന്താ നീ പറയണത്? ചേട്ടാ എനിക്ക് ലൂലൂല് പോണം. ഓഹോ
എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എല്ലാ ലുലുവിൽ പോണം, ഏതായാലും അച്ഛന്റെ ചെലവാണ് അല്ലേ? ഓ എന്റെ എന്നാ പിന്നെ ഞാനും വരാം ലുലുവിൽ. മക്കളെ നീ പറഞ്ഞ ഓ ആ എന്നാ പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര വയറുവേദന. മുതലെടുക്കുകയാണല്ലേ ഡാഡിയായി.